നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നമ്മൾ വായിക്കാൻ കർത്താവ് പറഞ്ഞതാണ്, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഫോർ എവറി ട്രൈബ് ആൻഡ് ഫോർ എവറി പീപ്പിൾ the temple of the Lord will be the prayer house. It will be a house of prayer. അത് പ്രാർത്ഥനയുടെ ഒരു ആലയമായിരിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദൈവാലയത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം, the ultimate purpose of the temple of the Lord is prayer, പ്രാർത്ഥന എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരം പ്രാപിക്കേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, അതൊരിക്കലും ഒരു വൺ വേ ട്രാഫിക് അല്ല. വൺ വേ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയാതെ മൊബൈലൊക്കെ ആദ്യം വരുന്ന ഉടനെ ഏതാണ് വൺ വേ എന്നറിയാതെ ചില വൺ വേയിലൊക്കെ ചെന്ന് പെട്ടുപോകും അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വൺ വേ ആണെന്ന്. ചിലപ്പോഴൊക്കെ 100 രൂപ ഫൈനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പ്രേയർ ഇസ് നോട്ട് എ വൺ വേ ട്രാഫിക്. പ്രാർത്ഥന ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് ഇല്ല. ഐ വിൽ സേ പ്രേയർ ഈസ് മോർ ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു അഭിമുഖീകരണമാണ്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം ഇങ്ങോട്ട് പറയുന്ന ഒരു സന്ദർഭമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെയാണോ നമുക്ക് പ്രാർത്ഥന? Prayer is a time when we experience the encounter from God. ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു സമയമാണ്. The encounter of God. പ്രാർത്ഥന ചിലർ പ്രാർത്ഥിച്ചാൽ ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന ആളായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. പ്രാർത്ഥന തുടങ്ങിയാൽ അവസാനിക്കത്തില്ല. അതിങ്ങനെ നെല്ലിക്ക ചാക്കിന്റെ കുത്തഴിച്ചു വിട്ടതുപോലെയാണ്. നിറഞ്ഞിരിക്കുന്ന നെല്ലിക്ക ചാക്ക്. നെല്ലിക്കായെ കുറിച്ചാണ് പറയുന്നത്. നെല്ലിക്ക എന്താണെന്ന് അറിയാമോ? നെല്ലിക്ക. ആ നെല്ലിക്ക ചാക്ക് നിറച്ച് കുത്തി വെച്ചിരിക്കുകയാണ്. അതിന്റെ കുത്തഴിച്ചു വിട്ടാൽ എങ്ങനെയിരിക്കും? അതങ്ങ് ഭൂമിയിലങ്ങ് പടരും, അങ്ങ് വീഴും. ആരെങ്കിലും വന്നാൽ അതിന്റെ മുകളിൽ ചവിട്ടിയാൽ പിന്നെ അടിച്ച് മലർന്ന് വീണത് തന്നെ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടാ വരുന്നതെങ്കിൽ പറയാനില്ല. നെല്ലിക്ക ചാക്കിന്റെ കുത്തഴിച്ചതുപോലെയാണ് ചിലരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. തുടങ്ങിയ പിന്നെ അവസാനിക്കാത്ത തരത്തിൽ സ്വർഗം ഇനി ചാഞ്ഞിറങ്ങി വരുന്നതൊക്കെ തരത്തിൽ ഭൂമിയിലുള്ള സകല വിഷയങ്ങളെ കുറിച്ചും ബീറ്റിംഗ് ദ ബുഷസ് നടത്തി അങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ആളുകൾക്ക് ആമീൻ പറയാൻ വയ്യാത്ത തരത്തിൽ പ്രാർത്ഥന ഇങ്ങനെ കാട് കയറി പോയി അവസാനം പ്രാർത്ഥനയെ പലപ്പോഴും ഒരു തെറ്റായ തരത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് നോട്ട് പ്രേയർ. അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് വാസ്തവമായും നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ ദൈവശബ്ദം നമ്മൾ കേൾക്കുന്ന ഒരു സന്ദർഭമായി തീരുമ്പോഴാണ് പ്രേയർ ബിക്കംസ് എൻ എഡിഫൈയിങ് പ്രേയർ. പ്രാർത്ഥന നമുക്ക് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു അനുഭവമായി മാറുന്നത് എന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയണം ദൈവം നമ്മളോട് ഇടപെടുകയാണ്. കർത്താവ് നമ്മോട് എൻകൗണ്ടർ ചെയ്യുകയാണ്. ആ എൻകൗണ്ടറിന്റെ ഫലമായി നമ്മൾ ദൈവ തിരുമനസ്സിനോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയുകയാണ്. ബൈ പ്രേയർ we will be identifying ourselves with the mind of God. We will be identifying ourselves with the mind of God. ദൈവത്തിന്റെ തിരുമനസ്സിനോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കുന്ന ഒരു അനുഭവമായി മാറുമ്പോൾ നമുക്ക് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. We need to pray according to the will of God, according to the mind of God. ദൈവത്തിന്റെ മനസ്സിനനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ദൈവ തിരുമനസ്സിനോട് നമ്മൾ താതാത്മ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനാ അനുഭവമായി നമുക്ക് പ്രാർത്ഥന തീരേണ്ടതുണ്ട്. ഈ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴെങ്കിലും ഒരു മൗനം ഉണ്ടായി പോയെങ്കിൽ ആകെപ്പാടെ വലിയ കുഴപ്പമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുർബാന വെച്ചപ്പോൾ തന്നെ അച്ഛനെ കിടക്കൊന്ന് നിർത്തിപ്പോയെങ്കിൽ സാധാരണ അച്ഛൻ മറന്നുപോയെന്നാണ് തോന്നുന്നത്. അല്ലെ പിന്നെ എന്തിനാ നിർത്തിയത് എന്നാണ്. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സെതറയൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊരു പോസ് കൊടുത്തു പോയെങ്കിൽ ചില ആളുകൾ ഉടനെ വാച്ച് നോക്കും, ഇത് എന്ത് തീരുമെന്ന് അറിയത്തില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി പോയാൽ എങ്ങനെ? ഒരു 90 വയസ്സ് സ്പീഡിലെങ്കിലും പോകണം, എന്നാൽ മാത്രമേ സംഗതിയൊക്കെ ശരിയാകത്തുള്ളൂ. ഇടയ്ക്കൊരു പോസ്, ഒരു മൗനം. ആ മൗനമൊന്നും നമുക്ക് വേണ്ട. പ്രത്യേകിച്ച് മാർത്തമ്മക്കാരുടെ പ്രാർത്ഥനയിൽ ഒട്ടുമില്ല. മാർത്തമ്മക്കാരേക്കാൾ കുറച്ചുകൂടെ താഴോട്ട് പോയാൽ പിന്നെ പറയാനുമില്ല. അവരൊക്കെ പ്രാർത്ഥനയാണ്. അലച്ച് വിളിച്ച് അങ്ങ് സ്വർഗം എത്തിക്കാൻ. ഇവിടെ പതുക്കെ പറഞ്ഞാൽ ദൈവത്തിന് കേൾക്കാത്ത തരത്തിലാണ് ചിലരുടെ പ്രാർത്ഥന. ആവേശം വരുമ്പോൾ പ്രാർത്ഥിച്ചോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥന അതാണെന്ന് വിചാരിക്കരുത്. നല്ല സന്യാസ മഠങ്ങളിൽ മൗനമാണ്. അവിടെ മൗനമേ ഉള്ളൂ. തിരുവല്ലായിരൊരു മഠമുണ്ട്, മിണ്ടാമഠം എന്നാണ് അതിന്റെ പേര് തന്നെ. അവിടെ മിണ്ടുന്നില്ല, ആളുകളൊന്നും സംസാരിക്കുന്നില്ല. വലിയ മൗനികളായ സന്യാസിമാരുണ്ട്. മൗനി ബാബ എന്ന് പറഞ്ഞൊരു ബാബ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു.
എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. വേദപുസ്തകം പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേ. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം നമ്മളെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. എനിക്ക് പ്രാർത്ഥനയെ കുറിച്ച് വളരെ ഇഷ്ടമുള്ള ഒരു വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഉണ്ട്. നിങ്ങൾക്കും ആ ഭാഗം അറിയാം എന്നാണ് എന്റെ വിചാരം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ ഒരു ഭാഗത്ത് കർത്താവ് വളരെ വ്യക്തമായി പ്രാർത്ഥന എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഭാഗം ഞാനെങ്കിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ പറയുന്നുണ്ട് 5-ാം വാക്യം മുതൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. എന്നിട്ട് പറഞ്ഞു, അവർ മനുഷ്യർക്ക് വിളകേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. കിട്ടിപ്പോയെന്ന് പറഞ്ഞ അർത്ഥം എന്താ? കിട്ടിക്കഴിഞ്ഞു. എന്ത് പ്രതിഫലം? ഓ, എന്തൊരു പ്രാർത്ഥനയാണ് മത്തായിച്ചൻ്റേത്. ആ പ്രാർത്ഥന കേൾക്കാൻ തോന്നും. പ്രതിഫലം കിട്ടി. കാരണം മത്തായിച്ചന് മനുഷ്യന്റെ അംഗീകാരം കിട്ടി. മനുഷ്യന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ അംഗീകാരം അതിനകത്ത് വേണമെന്ന് ഇല്ല. അപ്പൊ ചിലരുടെ പ്രാർത്ഥനയെ കുറിച്ച് ഇപ്പൊ സക്രിയാജ് പ്രാർത്ഥിക്കുമ്പോ അയ്യോ എന്തൊരു പ്രാർത്ഥനയാ എന്ന് പറഞ്ഞാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടിപ്പോയി, ഞാൻ കോളം നോക്കിയാൽ തീർന്നു, അതിനോടുകൂടെ തീർന്നു. എന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടത്തക്കവണ്ണം എന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ വാക്യം ചിലർ കോട്ട് ചെയ്യാറുണ്ട്. എന്തിനാണെന്നറിയാമോ? പള്ളി വരാതിരിക്കാൻ. വേദപുസ്തകം എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാ പറഞ്ഞേക്കുന്നത് അല്ലേ? ചില ആളുകൾ വേദപുസ്തകം കോട്ട് ചെയ്യുന്നത് അതിന്റെ അർത്ഥം മാറ്റിയാണ്. അത് വലിയ കുഴപ്പമാണ്. രണ്ടുപേര് വനത്തിൽ പോയ ഒരു കഥയുണ്ട്, പഴയ കഥയാണ്. രണ്ടുപേര് വനത്തിൽ പോയി. ഒരാളിൻ്റെ ചോറ് പൊതി ഉണ്ടായിരുന്നു, മറ്റേ ആളിൻ്റെ ഇല്ലായിരുന്നു. അവർ രണ്ടും ഭക്തന്മാരാണ്, മഹാഭക്തന്മാരാണ്. രണ്ടുപേരും കൂടെ മിഷൻ ടൂറിന് പോയതാന്ന് വെക്കുക. അപ്പൊ അങ്ങനെ പോയപ്പോ ഒരു ഉച്ചയായപ്പോ മരത്തിന്റെ ചോട്ടിലിരുന്ന് ഒരുത്തൻ പൊതിച്ചോറ് അഴിച്ച് ഉണ്ണാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന മലയാളം? പൊതിച്ചോറ് ഉണ്ണാൻ തുടങ്ങി. അങ്ങനെ പൊതിച്ചോറ് ഉണ്ടുകൊണ്ടിരുന്നപ്പോ മറ്റവൻ വിശന്ന് വലഞ്ഞ് പറഞ്ഞു, ഉള്ളത് നിനക്ക് കൂട്ടുകാരനുമായി പങ്കുവെക്കാനാണ്, നിനക്കുള്ളത് നിന്റെ കൂട്ടുകാരനുമായി പങ്കുവെക്കാനാണ് വചനം പറയുന്നത്. അപ്പൊ ഉണ്ട വിഴുങ്ങിക്കൊണ്ടിരുന്ന ഉരുള വായിട്ട് ഇങ്ങനെ പെട്ടെന്ന് മറ്റവന് കൊടുക്കാതെ പെട്ടെന്ന് കഴിക്കണ്ടായിരുന്നു. അതിന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് വായിക്കാതെ ചോറ് തെന്നിരുന്നതാണ്. നിന്റെ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുതെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുതെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അവിടെ നീ ചോറ് ചോദിക്കാൻ ഒരു അവകാശമില്ല, വചനം ഇവിടെ ഉണ്ടെന്ന്. ചില ആളുകൾ ഇങ്ങനെയാണ് വചനം പറയുന്നത്. കൊടുക്കാതിരിക്കാൻ എന്തോ മാർഗമുണ്ടെന്ന് നോക്കും. പള്ളി പണിയണമെന്ന് പറയുമ്പോൾ കൊടുക്കാതിരിക്കാൻ എന്തോ ഉണ്ട് മാർഗം എന്ന് നോക്കിയിട്ട് വചനം കോട്ട് ചെയ്യും. അങ്ങനെ കോട്ട് ചെയ്യുന്നത് പണ്ടൊരാൾ അങ്ങനെ വചനം കോട്ട് ചെയ്തായിരുന്നു. ആരാന്നറിയാമോ? യേശുക്രിസ്തു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാച് വന്ന് ഒന്നാന്തരം ഉപദേശിയായി. അവിടെ പിശാച് പറഞ്ഞതെല്ലാം ദൈവത്തിന്റെ വചനമാണ് അല്ലേ? ദൈവത്തിന്റെ വചനം എടുത്ത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കേട്ടോ, ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് കർത്താവിനോട് പറയുകയാണ്. കർത്താവ് അതിനെ അതിജീവിച്ചു ഇല്ലേ? വചനം എന്ന വാൾ ഉപയോഗിച്ചാൽ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ വചനത്തെ എടുക്കരുത്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ആനിക്കാട്ടിലെ കരിമ്പനാമണ്ണിലെ KC മാത്യു അച്ഛനാണ് ഞങ്ങളെ അന്ന് ആദ്യം തിയോളജി പഠിപ്പിച്ചത്, ദൈവശാസ്ത്രം. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയും, ചില ആളുകൾ രാവിലെ വേദപുസ്തകം വായിക്കും, രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ട്, കിട്ടുന്ന ഒരു ഭാഗം തുറന്നു വെച്ച് പെട്ടെന്ന് കാണുന്ന ഒരു ഭാഗം എടുത്തൊക്കെ വായിക്കും. ചിലത്തെ പുസ്തകം എപ്പം തുറന്നാലും 23-ാം സങ്കീർത്തനേ വരത്തുള്ളൂ. കാരണം അത് തുറന്ന് അത് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് തുറന്ന് അത് കിട്ടി, അത് വായിച്ച് മടക്കി വെച്ചിട്ട് പോയി. അങ്ങനെയാണ് ചില ആളുകൾ പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വേദപുസ്തകം വായിക്കരുത്. അച്ഛൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുത്തൻ രാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം തുറന്നു, വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ സമയത്താണ് പ്രാർത്ഥിച്ചൊക്കെ പാനായിട്ട് ഓടിയത്. അപ്പൊ തുറന്നുടനെ യൂദാ പോയി കെട്ട് ഞാൻ ചത്ത് കളഞ്ഞു എന്നാ കണ്ടത്. അപ്പൊ യൂദാ പോയി കെട്ട് ഞാൻ ചത്ത് കളഞ്ഞു എന്നുള്ള ഭാഗം കണ്ടു അത്രേ. ഓ, ഇതായിരിക്കത്തില്ല, അബദ്ധം പറ്റിയായിരിക്കും ദൈവത്തിന് എന്ന് വിചാരിച്ച് ഇവിടെ വേദപുസ്തകം അടച്ചു ഒന്നുകൂടെ തുറന്നു നോക്കിയപ്പോൾ വേറൊരു ഭക്തിയെ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് കണ്ടു അത്രേ. അപ്പൊ അച്ഛൻ പറഞ്ഞു, അങ്ങനെ വേദപുസ്തകം വായിക്കരുത്.
The text always must be read in the context. The text always must be read in the context. ഓരോ ദൈവവചനത്തിന്റെ ടെക്സ്റ്റും അതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കണം. അതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിച്ചെങ്കിൽ മാത്രമേ അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതിനാ ദൈവശാസ്ത്രം പഠിക്കുന്നത് അച്ഛന്മാര്. അല്ലാതെ ചുമ്മാ ദൈവം ഇല്ലെന്ന് പറയാൻ വേണ്ടിയല്ല, ഓരോ വചനത്തിന്റെയും കോണ്ടെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് എങ്കിൽ കർത്താവ് പറഞ്ഞ ആ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? നിങ്ങൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. ചില ആളുകൾക്ക് അറയിൽ കിടന്നുള്ള പ്രാർത്ഥനയേ ഇല്ല. അവർക്ക് ഈ പരസ്യ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരസ്യ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവർക്ക് രഹസ്യ പ്രാർത്ഥനയില്ല. അറയിൽ കടക്കാനോ വാതിൽ അടയ്ക്കാനോ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ തുറന്നു വെക്കാനോ കഴിയാതെ പരസ്യമായി ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ ഭക്തന്മാരാണ്. അങ്ങനെ ഒരിക്കലും പാടില്ല. അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അതെന്താ? അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ, അറയിൽ കടന്ന് വാതിലടച്ചാൽ അതിന്റെ അർത്ഥം എന്റെ മാത്രം പ്രൈവസി എന്നാണ്, അല്ലേ? എന്റെ മാത്രം പ്രൈവസി എന്നാണ്, എന്റെ മാത്രം സ്വകാര്യത എന്നാണ്. ഞാൻ എന്റെ വസ്ത്രം മാറാനായിട്ട് അറയിൽ കടന്ന് വാതിലടച്ചാൽ ആരെങ്കിലും തള്ളി തുറന്ന് വന്നാൽ അവർ ബോധം കെട്ട് വീഴുമെന്നുള്ളത് വേറൊരു കാര്യം. അവർ കാണാൻ പാടില്ല. അവരങ്ങനെ അത് തുറക്കാനായിട്ട് പാടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ തുറക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അകത്ത് കയറി വാതിലിന് ബോൾട്ടിട്ട് അകത്ത് നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വെരി പ്രൈവറ്റ് എന്നാണ്. വെരി പ്രൈവറ്റ്. അത് വളരെ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യു ബി ഇൻ പ്രൈവറ്റ് വിത്ത് ദി ലോർഡ്. ദൈവത്തോടുകൂടെ നീ നിന്റെ സ്വകാര്യതയിൽ പ്രവേശിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ വളരെ ശക്തീകരിക്കുന്ന ഒരു ദൈവവചനമാണത്. അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ തുറന്നു വെക്കുന്ന ഒരു സമയമാണ് എന്റെ പ്രാർത്ഥനാ സമയം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങളെ കാണുന്നു. എവിടെ പോയാലും നിന്നെ കാണും. ഏതിടത്ത് നിന്നാലും കാണും. സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചാൽ അവിടെ കാണും. മരച്ചില്ലകൾക്കിടയിൽ കയറി സക്കായോസ് ഒളിച്ചതുപോലെ ഒളിച്ചാൽ അവിടെ കാണും. അങ്ങ് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് പോയി பார்ത്താൽ അവിടെ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണും. യാതൊന്നും അവന്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നില്ല. സകലവും നഗ്നവും മലർന്നതും ആയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ധ്യാന യോഗത്തിന്റെ സമാപന യോഗത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, പള്ളി പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറഞ്ഞത്. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നീ നിന്റെ അറയിൽ കടന്ന് നിന്നെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, രഹസ്യം എന്ന് പറഞ്ഞാൽ മറ്റാർക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞു. There are certain mysteries in our lives. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില മിസ്റ്ററീസ് ഒക്കെ വരുമായിരിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ്, നീ അറയിൽ കടന്ന് നിന്റെ രഹസ്യങ്ങളെ നീ കർത്താവിനോട് അറിയിച്ചാൽ, നിന്റെ രഹസ്യങ്ങളെ നീ കർത്താവിനോട് അറിയിച്ചാൽ, നിന്റെ ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ മേഖലകളിൽ അവൻ നിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. നമുക്കൊക്കെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ദൈവത്തിന്റെ കരുണയുടെ സഹായമാണ് ആവശ്യം. അവന്റെ നീട്ടിയ ഭുജമാണ് ആവശ്യം. അവന്റെ ശാശ്വതമായ ഭുജത്തിന്റെ കീഴെ നമ്മൾ അമർന്നിരിക്കണം. The eternal God is my refuge and underneath the everlasting arms. ദൈവത്തിന്റെ കരം നമ്മുടെ കീഴെയുണ്ട്. ആർക്കാണ് ദൈവകരങ്ങളുടെ സംരക്ഷണം ലഭിക്കുന്നത്? ഇമ്മാനുവേൽ ഇടവകയിലെ എന്നെ സ്നേഹിക്കുകയും എന്നോട് ബഹുമാനം പുലർത്തുകയും ചെയ്യുന്ന എന്റെ ദൈവജനത്തിന്റെ മുമ്പിൽ ഞാൻ ഈ വചനം പറയുകയാണ്. ആർക്കാണ് ദൈവം സമീപസ്ഥനാകാൻ പോകുന്നത്? ആനി ഗ്രഹാം കേട്ടിട്ടുണ്ടോ? ആനി ഗ്രഹാം ബില്ലി ഗ്രഹാമിന്റെ മകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷനിൽ ആനി ഗ്രഹാം പ്രസംഗിക്കാൻ വന്നത് ഞാനാണ്. അവരെ അന്ന് ഭാഷാന്തരം ചെയ്തത്. ആനി ഗ്രഹാമിനോടൊപ്പം നിന്ന് വചനം പ്രസംഗിച്ചത് ഞാനാണ്. ആനി ഗ്രഹാം ഈയിടെ ഒരു ഇന്റർവ്യൂ, ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ സംസാരിക്കുകയാണ്. ആനിയോട് അവിടുത്തെ ടെലിവിഷൻ ആങ്കേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇത്രയും കൂടുതൽ പ്രശ്നങ്ങൾ? സ്കൂളുകളിൽ പിള്ളേർ കയറി വെടിവെക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. എവിടെ ദൈവം? എന്തിയെ ദൈവം? ദൈവം എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുവദിക്കുന്നത് എന്നാണ് ഒരു ചോദ്യം. അപ്പൊ ആനി ഇങ്ങനെ പറഞ്ഞു, എത്ര നാളായി നമ്മൾ ദൈവത്തെ പടിക്ക് പുറത്ത് നിർത്തിയിട്ട്,
എത്ര നാളായി നമ്മൾ ദൈവത്തെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടാണ്. നമ്മളൊരു സിവിൽ റിലീജിയനായി ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും നമ്മുടെ പ്രസിഡന്റ് വേദപുസ്തകത്തിന്റെ പുറത്ത് കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എത്ര നാളായി നമ്മൾ ദൈവത്തെ പടിക്ക് പുറത്താണ്? നമ്മുടെ സ്കൂളുകളിൽ വചന പഠനം ഇപ്പോൾ ഇല്ലല്ലോ, സ്ക്രിപ്ചറൽ സ്റ്റഡീസ് ഇപ്പോൾ ഇല്ലല്ലോ, നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ, നമ്മുടെ പള്ളികളിൽ ആരാധിക്കാനായിട്ട് ആളില്ലല്ലോ, നമ്മുടെ ദേവാലയങ്ങൾ ശൂന്യമായി പോകുന്നുണ്ടല്ലോ. നമ്മൾ എന്തിയെ ദൈവം നമ്മുടെ വീടുകളിൽ, നമ്മുടെ രഹസ്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളിൽ ദൈവത്തെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ദൈവം ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ഈ സംഘർഷങ്ങളിൽ ഇല്ലാതെ പോകുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറക്കരുത്, എൻ്റെ ദൈവത്തിന് പ്രവേശിക്കുവാനായിട്ട് കഴിയും. എപ്പോൾ? നിന്റെ രഹസ്യങ്ങളിൽ നീ ദൈവത്തെ പ്രവേശിപ്പിച്ചാൽ, ദൈവത്തിന് ഇഷ്ടകരമായ തരത്തിൽ ദൈവത്തെ പ്രവേശിപ്പിച്ചാൽ, ജീവിതത്തിൽ മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന അപജയങ്ങളെ നിന്റെ ദൈവത്തോട് നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചാൽ, പ്രിയപ്പെട്ടവനെ, വെറും മനുഷ്യനായ നീ, വെറും മണ്ണായ നീ, വെറും പൊടിയായ നീ, ഞെളിഞ്ഞു നിന്ന് ദൈവത്തെ അഹങ്കരിച്ച് വെല്ലുവിളിക്കുന്ന നീ, ഒരു കാര്യം അറിയണം, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യമുണ്ടാവില്ല. ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടി വിളിക്കുന്ന കർത്താവ് അകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ സാക്ഷ എടുത്തു കൊടുക്കണം. അപ്പോൾ അകത്തു വരുന്ന കർത്താവ് നമ്മുടെ പടകിന്റെ അമരക്കാരനായിട്ട് മാറും. He will control our rod. He will control our vessel, and he will be the driving force, and he will be the master. He will be the controller of your life. When you allow the Lord to enter into your secrets, നിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ കർത്താവിനെ നീ പ്രവേശിപ്പിച്ചാൽ, നിനക്ക് മാത്രമായി ചെയ്യാൻ കഴിയാത്ത നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ എന്റെ ദൈവം നിനക്ക് സമീപസ്ഥനായി നിൽക്കും. Praise the Lord. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സംഘർഷങ്ങളുടെ വേളകളിലും നമ്മോട് കൂടെ ഇരിക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കണം. നിന്റെ രഹസ്യങ്ങളെ ദൈവസന്നിധിയിൽ നീ പങ്കുവെക്കണം. അപ്പോൾ സ്വർഗത്തിന്റെ ദൈവം നിന്റെ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഞാൻ ദൈവത്തിന് നന്ദി പറയും. പാവപ്പെട്ട മനുഷ്യൻ, ഒരച്ഛൻ, ഞാൻ അങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഞാൻ ചുങ്കത്തറ കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സമയത്ത് എനിക്ക് മൈസൂരിൽ ഒരു യൂത്ത് കോൺഫറൻസിന് പോകണം. ആ കോൺഫറൻസിന് പോകാനായിട്ട് ഞാനിങ്ങനെ ഒരുങ്ങി. അങ്ങനെ ഒരുങ്ങിയപ്പോൾ എനിക്ക് വൈകിട്ട് 5 മണിക്കാണ് ബസ്. അത് ഈ മൈസൂരിന് പോകുന്ന ബസ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചറാണ്. അത് ചുങ്കത്തറ നിർത്തത്തില്ല. ചുങ്കത്തറ എന്ന് പറയുന്നത് നിലമ്പൂരിന് ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഒന്നിൽ ഇടക്കര പോകണം, അല്ലെങ്കിൽ നിലമ്പൂർ പോകണം. അപ്പൊ ഞാൻ എൻ്റെ മണ്ടത്തരത്തിന് നിലമ്പൂർ പോകാൻ തീരുമാനിച്ചു. ചുങ്കത്തറ നിന്ന് നിലമ്പൂരിന് പോകാൻ 5-6 കിലോമീറ്ററുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഇങ്ങനെ ഒരാളുടെ പുറകെ കയറി ഇങ്ങനെ കൊണ്ട് പോവാം. ഞാൻ ഏതാണ്ട് ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്, കരിമ്പുഴ എന്ന് പറയും. ആ കരിമ്പുഴ ആയപ്പോൾ മൈസൂർ വഴി അങ്ങ് പോയി. ഞാൻ ഈ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അണ്ടി കളഞ്ഞ അണ്ണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാങ്ങ പറിക്കാനായിട്ട്, മാങ്ങ തിന്നാനായിട്ട്, പഴുത്ത മാങ്ങ തിന്നാനായിട്ട് മാവിൽ കയറുന്ന അണ്ണൻ പതുക്കെ മാങ്ങ ഇങ്ങനെ രുചിച്ച് നോക്കി രുചി അങ്ങോട്ട് പിടിക്കുന്നുടനെ അത് വാലെ കെട്ടി അങ്ങോട്ട് കിടന്നിട്ട് കയ്യിലിങ്ങ് എടുക്കും ഈ സാധനം. മാങ്ങയുടെ ചാറ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു അടിപിടി പരുവാകുമ്പോൾ പാവത്തിന്റെ കയ്യിൽ നിന്ന് അതിന് താഴെ പോകും. അങ്ങനെ താഴെ പോകുമ്പോൾ അണ്ണാൻ താഴോട്ട് നോക്കി ഒരു ഇരിപ്പുണ്ട്. ആ നോട്ടത്തിനാണ് പറയുന്നത് മാങ്ങാണ്ടി കളഞ്ഞ അണ്ണൻ എന്ന് പറയുന്നത്. ഇതൊന്നും അണ്ണാനെ കണ്ടിട്ടുള്ളവർക്കല്ല ഇത് മനസ്സിലാക്കപ്പെട്ടു. എന്തോ ഞാൻ സ്പിറൽ എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിലെന്ന് തോന്നുന്നു. അത് നാട്ടിൻപുറത്തെ മാവെ കയറി മാങ്ങ പറിച്ച് അത് തിന്നുകൊണ്ടിരുന്നിട്ട് അതിന്റെ കയ്യിൽ താഴോട്ട് നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അണ്ണൻ അങ്ങനെ നോക്കിയിരിക്കും പോയല്ലോ എന്നാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ ഒരു നോട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കരിമ്പുഴയിൽ ഈ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നോക്കി വരുന്നു. ഇപ്പൊ എന്റെ വണ്ടി പോയി, ഞാൻ എന്തോ ചെയ്യാനും. അങ്ങനെ ഞാൻ നോക്കി നിന്നിട്ട് തിരിച്ചു വന്ന് എന്റെ കൂട്ടുകാരൻ സാർമാരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. അപ്പൊ ഒരുത്തനോട് ഇയാളെന്തോ മണ്ടന്, അച്ഛനായിരുന്നാലും ഇയാളെന്തോ മണ്ടന്. എന്തൊരു മണ്ടന? ആരെങ്കിലും അങ്ങോട്ട് പോയി പോലെ ഇടക്കിടയ്ക്ക് പോയാൽ പോരായിരുന്നു, അവിടെ നിന്ന് കയറിയാൽ പോരായിരുന്നു. എന്തിനാ അങ്ങോട്ട് പോയത്? എന്തിനാ പോയതെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പറ്റിപ്പോയി. അങ്ങനെ പറ്റി എന്റെ വണ്ടി പോയി.
ഞാൻ പിന്നെ എനിക്ക് അന്നൊരു SD മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. ആ മോട്ടോർ സൈക്കിളിൽ ചുരം കയറി ഗൂഡല്ലൂർ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് അവിടുന്ന് മൈസൂരിന് പോകാനായിട്ട് തീരുമാനിച്ചു. ആ സ്ഥലമൊക്കെ അറിയാവുന്നവർക്ക് അതിന് പറഞ്ഞാൽ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വയറ്റിനകത്തൂടെ എൻ്റെ ബൈക്ക് ഓടിച്ച് ഗൂഡല്ലൂർ കൊണ്ടുവന്ന് അത് വെച്ചിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ താമസിച്ചു പോയി. പക്ഷേ ഞാൻ മൈസൂരിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ക്യാമ്പിൻ്റെ സംഘാടകരെല്ലാം നോക്കി നിൽപ്പുണ്ട്. അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയി. അവർ പറഞ്ഞു, ഈ തൃശ്ശൂർ മൈസൂർ വണ്ടി ഇതുവരെ അങ്ങ് ചെന്നില്ല. എന്താ ചെല്ലാനെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഗുണ്ടൽപേട്ടിൽ വെച്ച് അത് തയ്യാർ വെടി തീർന്ന് അവിടെ കിടക്കാണ്. KSRTC അല്ലേ? KSRTC എന്ന് പറഞ്ഞാൽ വെടി തീരുന്ന പരിപാടിയാണ്. അത് തോമസ് സ്റ്റാൻഡ് ചെയ്താലും അത് വെടി തീരുക തന്നെ ചെയ്യും. അങ്ങനെ വെടി തീരുന്ന അച്ഛൻ തോമസ് സ്റ്റാൻഡിയുടെ നാട്ടുകാരനാണ്. അന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. തോമസ് സ്റ്റാൻഡ് ചെയ്താലും അത് വെടി തീരും. അങ്ങനെ വെടി തീരുന്ന ഒരു സാധനമാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ വെടി തീരുന്ന ഈ വണ്ടിയിൽ ഇടയ്ക്ക് വെച്ച ഗുണ്ടൽപേട്ടിൽ വെച്ച് വെടി തീരുന്ന അവിടെ കിടക്കുക. അപ്പൊ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ ഇന്നലെ ആ വണ്ടിയെ കയറിയിരുന്നെങ്കിൽ ഇടയ്ക്ക് വെടി തീർന്ന് അവിടെ കിടന്നേന്. പക്ഷെ എന്റെ ദൈവത്തിനറിയാൻ രാവിലെ 7:30 മണിക്ക് ബൈബിൾ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ ഞാൻ ഇവിടെ ചെല്ലണമെന്ന്. അതുകൊണ്ട് കർത്താവ് എന്നെ മണ്ടത്തരം തോന്നിപ്പിച്ചു. കർത്താവ് എന്നെ കൊണ്ട് ആ വണ്ടിയെ കയറ്റിയില്ല. അതിന് പകരം അല്പം കൂടെ കഷ്ടപ്പെട്ടാണെങ്കിലും സമയത്ത് അവിടെ ചെല്ലത്തക്കവണ്ണം കർത്താവ് എന്നെ ഒരുക്കി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അത് എന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവർ, ദൈവം എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് തോന്നും ദൈവം മണ്ടനാണെന്ന്. അല്ല, ദൈവം മിടുക്കനാണ്. ദൈവം ഒരിക്കലും ഒരു ദൈവവൈദ്യന് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും ചെയ്യാത്ത ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഞാൻ അറിഞ്ഞു, ഞാൻ രഹസ്യത്തിൽ കാണുന്ന എൻ്റെ പിതാവിനോട് എൻ്റെ രഹസ്യങ്ങളെ പങ്കുവച്ചതിന്റെ ഫലമായി എൻ്റെ പിതാവ് എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത, എനിക്ക് യാതൊരു കൺട്രോളുമില്ലാത്ത ചില മേഖലകളിൽ എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയേണ്ട, പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത മോൾ ഡോക്ടറാണ്. മൂത്ത മോൾ ഡോക്ടറാണ്, സണ്ണിലോയും ഡോക്ടറാണ്. അവർ രണ്ടുപേരും വെല്ലൂരിൽ പഠിച്ചതാണ് ഒടുവിൽ. അങ്ങനെയൊക്കെ അവരുടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ തീരുമാനിച്ച് അവരങ്ങനെ പോയതാണ്. ഞാൻ എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറാവണം. ഡോക്ടർ എന്താ മോളെ? ഞാൻ ഇന്നലെ നമ്മുടെ കാരനോട് ചോദിച്ചു എന്താകാനാണ്. അപ്പോൾ അവിടെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. അതായത് ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കുഞ്ഞാണ്. എന്താ ഒരു ഫോട്ടോ, സാധാരണ എവിടെ ഒരു ഫോട്ടോ കണ്ട അവൾ അങ്ങനെ എഴുതി വെച്ചത്, അതിൻ്റെ അടിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് നല്ലതാണല്ലോ, ലോകത്തിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ. അത് വളരെ എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറാവണം. എവിടുന്ന് എടുത്ത് ഡോക്ടറാക്കാൻ? ആകെപ്പാടെ ഉണ്ടായിരുന്ന സ്ഥലം എഴുതി വെച്ചാണ് അപ്പച്ചനെ ചികിത്സിച്ചത് ആ കാലഘട്ടത്തിൽ. പിന്നെ എവിടുന്ന് പഠിപ്പിക്കാനാണ്? എവിടെ പഠിപ്പിക്കാൻ? എങ്ങനെ പഠിപ്പിക്കാൻ? ഞാൻ പറഞ്ഞു, ഇത് മോളെ, നീ ഡോക്ടറാകുന്നതിന് എനിക്ക് യാതൊരു പിണക്കമില്ല. പക്ഷേ പഠിച്ച് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പരീക്ഷ പാസ്സായാലല്ലാതെ നിനക്ക് ഒരിക്കലും ഡോക്ടറാകാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും ഡോക്ടറാകാനായിട്ട് പറ്റത്തില്ല. കാശ് കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങിക്കാൻ എനിക്കില്ല, നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പഠിച്ച് പാസ്സാകണം, കർത്താവിന്റെ കൃപയാൽ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവൾ ഡോക്ടറായി. അവള് പ്രീഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കേരള എൻട്രൻസിൽ അവൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതക്കവണ്ണം അവൾക്ക് ദൈവം കൃപ ചെയ്തു. അവളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയും, മോളെ, ഇപ്പോഴും പറയുന്നതിന് പ്രയാസമില്ല. ഞാൻ പറയും, എൻ്റെ മോളെ, നീ ഒരു കാര്യം ഓർക്കണം, നിന്നോടൊപ്പം പ്രീഡിഗ്രിക്ക് പഠിച്ച ഒരു കുട്ടിക്ക് അന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ വാങ്ങിക്കാൻ 33 ലക്ഷം രൂപ അവർ എണ്ണി കൊടുത്തപ്പോഴാണ് അഡ്മിഷൻ കിട്ടിയത്. എൻ്റെ കുഞ്ഞിന് ഒരു പൈസയും കൊടുക്കാതെ കർത്താവ് 33 ലക്ഷത്തിന്റെ അനുഗ്രഹം തന്നു. നീ അത് മറക്കരുത് കുഞ്ഞ്. നിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ കർത്താവാണ് നടത്തിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, അവൾക്ക് അവളുടെ ഉദ്ദേശങ്ങളൊക്കെ തകർന്നു പോകത്തക്ക തരത്തിൽ ഒരു സന്ദർഭത്തിൽ അവളെ ഒരു രോഗം പിടികൂടിയപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ, രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ, ഇത് നിന്റെ ഹിതമാണെങ്കിൽ, ലഭിച്ചു പോകാൻ അനുവദിക്കരുത്. അങ്ങനെ കർത്താവ് പ്രാർത്ഥന കേട്ടതാണ്. അവര് രോഗാവസ്ഥകളിലൂടെ കടന്നുപോയി. ഞാൻ എന്ന് പറയും, എന്റെ ദൈവം എന്റെ രഹസ്യങ്ങളിൽ പ്രവേശിച്ചവനാണ്. എന്റെ ദൈവം എന്റെ രഹസ്യങ്ങളിൽ പ്രവേശിച്ചവൻ. തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ആരംഭിച്ച സേവ് എ ഹാർട്ട് സേവ് എ ചൈൽഡ് എന്ന പ്രോഗ്രാമാണ്. ഡയോസിസുകളിലേക്ക് സേവ് എ ഹാർട്ട് എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയത്. മറ്റ് പലയിടങ്ങളിലും ആരംഭിച്ചത്, പല പള്ളികളിലും ആരംഭിച്ചത് സേവ് എ ഹാർട്ട് സേവ് എ ചൈൽഡ് എന്ന പ്രോഗ്രാം. അന്ന്
ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്ന ഓരോ മാമോദീസായ്ക്കും ഓരോ കല്യാണത്തിനും ഓരോ കാല പ്രാർത്ഥനയ്ക്കും ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്ന പണം മാറ്റിവെച്ച് ഈ സേവകാറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ വീട്ടിൽ വന്നൊരു ദിവസം, എൻ്റെ അപ്പച്ചനെ കുറ്റം പറയുകയല്ല, എൻ്റെ അപ്പച്ചൻ കൃഷിവലനായ എൻ്റെ അപ്പച്ചൻ പാവം മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നു. ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, 3 പെൺപിള്ളാരാണെന്ന് ഓർത്തോണം, 3 പെൺപിള്ളാരാണെന്ന് ഓർത്തോണം. എന്തിനാണ് ഓർക്കുന്നത്? എന്തിനാ? നാളെ അവരെ എവിടെയെങ്കിലും പറഞ്ഞു വിടണം, അവർക്ക് പഠിക്കണം, ഒത്തിരി പൈസ വേണം. അച്ഛന് കൈ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ചെലവാക്കി ഇങ്ങനെ പോയാൽ എങ്ങനെയാ? ഞങ്ങളുടെ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ എങ്ങനെയാണ്? ഞങ്ങളുടെ 7 പെണ്ണുമാരെ കെട്ടിച്ച്, എനിക്ക് 7 ആദ്യം തലേ കൈ വെക്കരുത്, 7 പെണ്ണുമാരാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അപ്പച്ചനെങ്ങനെയാണ് 7 കെട്ടിച്ചത്? അപ്പൊ അതെങ്ങനെ പറ്റി? അപ്പച്ചന് അങ്ങനെ വലിയ സമ്പത്തൊന്നും ഇല്ലായിരുന്നല്ലോ, എങ്ങനെയാ പറ്റിയ? അപ്പൊ പറഞ്ഞു, എനിക്ക് കൃഷി ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ, പലകൂട്ടം ജോലി ചെയ്യാൻ. അച്ഛൻ ഒരേ ഒരു ജോലിയുള്ളൂ, പള്ളിയിലെ ജോലിയാണ്. അതുകൊണ്ട് പള്ളിയിൽ കിട്ടുന്ന വക കൊണ്ട് അഹോവൃത്തി കഴിച്ചു കൊള്ളുവാൻ വേദോസം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് എന്നോട് പണ്ടൊരാൾ പറഞ്ഞ്, അച്ഛാ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോണം, ഇവിടെ ഭൂമി വല്ലതും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഉണ്ടാകുന്നുള്ളൂ. സാധാരണ പണ്ട് വേദോസം കൊണ്ടുവരുന്ന പോലെ പുള്ളി എന്നോട് പറയുകയാണ്, ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഇവിടെ അടിക്കുന്നതൊക്കെ അവിടെ അടിയും. അവിടെ ഇവിടെ അച്ഛന് വല്ലതും ഉണ്ടെങ്കിൽ അവിടെയും കാണും, അവിടെ വല്ലതൊക്കെ വാങ്ങിച്ചോണം എന്നൊക്കെ പറയും. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ എന്റെ കഠിനാധ്വാനം കൊണ്ട് അച്ഛൻ ഇതേ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ചൻ അറിയാൻ വയ്യാത്ത മറ്റൊരു രഹസ്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, എന്നും എൻ്റെ പള്ളിയിൽ എന്നെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ അച്ഛന് വേണ്ടിയും അച്ഛന്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ചിലർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിഷയമൊന്നുമില്ലാത്തതുകൊണ്ട് അച്ഛനെയും അച്ഛന്റെ ഭാര്യയെയും അച്ഛന്റെ മക്കളെയും അവരുടെ പേരിങ്ങനെ പറഞ്ഞു, അറിയാൻ വയ്യാത്തവരെല്ലാം പേര് പഠിച്ച് ഇതെല്ലാം പറഞ്ഞു, അതിന്റെ മറ്റ് വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പൊ എന്തുമാത്രം പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടി കിട്ടുന്നത്. അങ്ങനെ അത്രയും പ്രാർത്ഥന എന്റെ മേൽ വീണിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷേ ദൈവം കരുതിക്കൊള്ളും. യഹോവയിലെ ദൈവം കരുതിക്കൊള്ളും. ഇത് നിങ്ങളുടെ മുമ്പിൽ അച്ഛൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, എന്റെ ദൈവം എന്നെ കരുതി, ഇത്രത്തോളം കരുതി. ഞാൻ പറയുന്നു, യഹോവയിലെ ഗോഡ് ഈസ് മൈ പ്രൊവൈഡർ, എന്റെ പ്രൊവൈഡറാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ രഹസ്യങ്ങളെ എന്റെ ദൈവം അറിയുന്നുണ്ട്. ആ രഹസ്യങ്ങളെ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഞാൻ സകലവും നഗ്നവും മറന്നതുമാക്കി വെക്കുന്നത് കൊണ്ട് എന്റെ കർത്താവിനോട് ഞാൻ പറയും, എനിക്ക് നിയന്ത്രണമില്ലാത്ത ചില കഠിന വിത്തുകൾ എന്റെ പള്ളിയിലുണ്ടെങ്കിൽ, മനസ്സിലായോ? ഹാർഡ് നട്ട്സ് ക്രാക്ക് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താവെ, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, നീ ചെയ്തോണമെന്ന് നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയും. ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നയോളം ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇന്നയോളം ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് പറഞ്ഞത്? എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ചുമ്മാ ഇരുത്താൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിൽ എന്റെ ദൈവത്തെ പ്രവേശിപ്പിച്ചാൽ എന്റെ ദൈവം എന്റെ രഹസ്യങ്ങളിൽ പ്രവേശിക്കുകയും എന്നെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. നിങ്ങളെയും അങ്ങനെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന അതിനുവേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കുക. സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വചനം, തിരിച്ചറിവിന്റെ ഒരു വചനമായി നമുക്കുണ്ടാവണം. സ്വർഗീയ പ്രതിഫലത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ സഹായിയാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത പ്രതിഫലമാണ് സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്നത്. 1 പത്രോസ് 5:4 പറയുന്നുണ്ട്, തേജസ്സിന്റെ വാടാത്ത കിരീടമാണ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രാർത്ഥനാ നിരതരായ ദൈവസന്നിധിയിൽ നമ്മൾ വളരുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അങ്ങനെയുള്ള ആ പ്രാർത്ഥനാനുഭവം എങ്ങനെയായിരിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ 2ാമത്തെ വാക്യം, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. നമ്മുടെ സംഖ്യാപുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഒക്കെ രാവിലെയും വൈകുന്നേരവും നടത്തുന്ന യാഗങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. സന്ധ്യായാഗമുണ്ട്. ഒരു ആട്ടിൻകുട്ടിയെ വൈകുന്നേരം യാഗമായിട്ട് അർപ്പിക്കണം. കൽഹീൻ എന്ന പേരുള്ള എണ്ണ ചേർത്ത് വേണം അത് അർപ്പിക്കുവാൻ. ഞാൻ വായിച്ചു, കൽഹീൻ എന്ന എണ്ണ അത് സൗരഭ്യമുള്ള എണ്ണയാണ്, നല്ല മണമുള്ള എണ്ണയാണ്, അത് ചേർത്ത് വേണം. അതുകൊണ്ട് വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്നത് സന്ധ്യായാഗമായി തീരട്ടെ, തിരുസന്നിധിയിൽ ധൂപമായി ഉയരട്ടെ. തിരുസന്നിധിയിൽ ധൂപമായി ഉയരട്ടെ. ആരാധനയിൽ നമ്മൾ ധൂപം ഉപയോഗിക്കാറുണ്ട്. ധൂപം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ
പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയില് സൗരഭ്യയാഗമായി, സന്ധ്യായാഗമായി തിരുസന്നിധിയിൽ തീരട്ടെ എന്ന് നമ്മളിവിടെ വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ പ്രാർത്ഥനയോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതാണ് ഇന്ന് ശക്തീകരിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ദൈവാലയത്തിലെ യാഗാർപ്പണം പ്രയോജനകരമായി തീരുന്ന അനുഭവത്തെക്കുറിച്ച് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. പ്രയർ മൈൻഡഡ്നെസ്, പ്രാർത്ഥനാ മനോഭാവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സ്വാധീനങ്ങളെ കുറിച്ചും ചില മാറ്റങ്ങളെ കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് രൂപാന്തരം സംഭവിക്കണം. ആ രൂപാന്തരം സംഭവിക്കുന്നതിന്റെ ഒന്നാമത്തെ ഒരു മേഖലയാണ് എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ കാക്കേണമേ. എൻ്റെ അധരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് ദൈവം തമ്പുരാനെ കയ്പും മധുരവും ഒരുപോലെ പുറപ്പെടരുത്. എൻ്റെ അധരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് മധുരം പുറപ്പെടണം. എൻ്റെ അധരത്തിൽ നിന്ന് ദൈവകൃപയുടെ വാക്കുകൾ പുറപ്പെടണം. എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തപ്പെട്ടതും കൃപയോട് കൂടിയതും ആയിരിക്കണം. എൻ്റെ വാക്ക് മനുഷ്യരെ അനുഗ്രഹിക്കുന്നതായിരിക്കണം, ശപിക്കുന്നതായിരിക്കരുത്. എൻ്റെ വാക്ക് അങ്ങനെ ആയിരിക്കണം എന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദത്തിൽ എന്നും രാവിലെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ ദൈവം തമ്പുരാനെ, ഇന്ന് എൻ്റെ വായ തുറക്കുമ്പോൾ, എൻ്റെ അധരം ഞാൻ ഉപയോഗിക്കുമ്പോൾ, എൻ്റെ നാവ് ഞാൻ ഉപയോഗിക്കുമ്പോൾ, എൻ്റെ വായ്ക്ക് നീ ഒരു കാവൽ നിർത്തണമേ. Be a guard to my mouth, O Lord. എൻ്റെ വായ്ക്ക് നീ ഒരു കാവൽ. നാവിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? 1-ാം അധ്യായത്തില് എന്താണ് നാവ് എന്ന് പറഞ്ഞാൽ? നാവ് ഒരു ചെറിയ അവയവമാണ്, പക്ഷേ അത് വലിയ കാട് കത്തിക്കൽ. ഇപ്പൊ ഭയങ്കര കാട് കത്തിക്കലാണ്. ആദ്യം ആരറിയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു കോമ്പറ്റീഷൻ. അത് അറിയിക്കാൻ ഇപ്പൊ വലിയ സൗകര്യമാണ്. വാട്സാപ്പ്, പിന്നെ കൂവപ്പ് ഒക്കെ ഉണ്ട്. വാട്സാപ്പ്, കൂവപ്പ്. ആരാണ് ആദ്യം എന്നുള്ളത്? എന്തെങ്കിലും ഒന്ന് വന്നാൽ ഉടനെ അങ്ങ് ഷെയർ ചെയ്യുക. ഈയിടെ കണ്ടു മാർത്തോമാ സഭയിൽ പട്ടക്കാർക്ക് എന്നെ കറുത്ത കുപ്പായം നിർബന്ധമാക്കിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഇട്ട ആളിനോട് ഞാൻ ചോദിച്ചു, എവിടുന്ന് കിട്ടി ഈ വാർത്ത? മാർത്തോമാക്കാർക്ക് കറുത്ത കുപ്പായം നിർബന്ധമാക്കി എന്ന ഒരു വാർത്ത എവിടെ നിന്ന് കിട്ടി? 10 മാസം മുമ്പ് അമേരിക്കയിൽ പോയ ഒരു അച്ഛൻ 10 മാസം മുമ്പ് പോകുന്നതിന് മുമ്പ് ഗർഭമാർത്തിരുമേന്റെ കൂടെ ഒന്ന് എടുത്ത ഒരു പടമാണ്. ഇന്നലത്തെ ഒന്നും അല്ലത്. എന്നിട്ട് മാർത്തോമാ സഭയിൽ അച്ഛന്മാർ കറുത്ത കുപ്പായം ഇടുന്നതിന് എതിരില്ലെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇടാം എന്നേ ഉള്ളൂ. അത് അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ ഇട്ടാൽ മതിയെന്നുണ്ട്. നമ്മുടെ ചില ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ മാത്രമേ ഉള്ളൂ. കോൺസെക്രേഷൻ നടക്കുമ്പോഴൊക്കെ ഉള്ളൂ. അല്ലാത്തപ്പോഴൊന്നും അത് ഇടാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ കറുത്ത കുപ്പായം ഇട്ടിട്ടില്ല, ഇടാനോട്ട് തീരുമാനിച്ചിട്ടുമില്ല, ഇടത്തുമില്ല. കാരണം എൻ്റെ പട്ടത്വ സങ്കല്പത്തിൽ കറുത്ത കുപ്പായത്തിന് സ്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിനകത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എവിടുന്ന് കിട്ടി? അച്ഛൻ കിട്ടി. അപ്പൊ ഞാൻ ഷെയർ ചെയ്തു. ഇത് വേറൊന്ന് മാർത്തോമാ സഭയില് സ്ത്രീകൾക്ക് പട്ടം കൊടുത്തു എന്നാണ് വേറൊന്ന്. മെത്രാപ്പോലീത്ത തിരുമേനി ഏതോ ഒരു അച്ചി, ഉപയോഗിച്ചിരിക്കുന്ന അച്ചി എന്നാണ്. മെത്രാപ്പോലീത്ത തിരുമേനി അച്ഛന്റെ സ്ത്രീലിംഗമാണ് അച്ചി. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ അങ്ങനെയാണോ? പുരോഹിതി എന്നൊക്കെ എഴുതിയേക്കുന്നത്. എന്തെല്ലാമോ ഓരോരുത്തർ കാഴ്ചവെക്കുന്നത്. മെത്രാപ്പോലീത്ത തിരുമേനി അമേരിക്കയിൽ പോയപ്പോ അവിടെ എപ്പിസ്കോപ്പൽ ചർച്ചിൽ, കേട്ടോ ഞാൻ പറയുന്നത്, എപ്പിസ്കോപ്പൽ ചർച്ചിൽ ഓർഡിനേഷനുള്ള മലയാളിയായിട്ടുള്ള, പണ്ട് മാർത്തോമാക്കാരിയായിരുന്ന എപ്പിസ്കോപ്പൽ ചർച്ചിൽ അംഗത്വമുള്ള ഒരു പെൺകുട്ടിക്ക് ഓർഡിനേഷൻ കിട്ടി. അവർ കുപ്പായൊക്കെ ആയിട്ട് തിരുമേനിയുടെ അടുത്ത് വന്നപ്പോൾ തിരുമേനി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തി ഒരു പടം എടുത്തു. ആ തിരുമേനി ചേർത്ത് പിടിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. അങ്ങനെ ചേർത്ത് പിടിച്ചൊരു പടമൊക്കെ വരുമെന്ന് അറിയേണ്ടതാണ്. അപ്പോൾ ചേർത്ത് പിടിച്ചൊരു പടം എടുത്തു. ആ പടം ഇങ്ങനെ വാട്സപ്പിലൊക്കെ വൈറലായി. എന്നിട്ട് അതിനടിയിൽ എഴുതിയൊക്കെയാണ് മാർത്തോമാ സഭയിൽ ഇനി സ്ത്രീകൾക്ക് പട്ടം, ഞാൻ കണ്ടോ മെത്രാപ്പോലീത്ത കൂടെ നിൽക്കുന്നുവെന്ന്. എന്തൊരു മണ്ടത്തരമാണ്! ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വാട്സപ്പിനകത്തൂടെ തെറി പറച്ചിലാണ്. അത് ചുമ്മാ ഒരാവശ്യമില്ലാതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വാട്സപ്പിനകത്തൂടെ ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ ഓർക്കണം. അത് അധരത്തിന്റെ ദുരുപയോഗമാണ്, നാവിന്റെ ദുരുപയോഗമാണ്. അത് വലിയ കാട് കത്തിച്ചാൽ അങ്ങനെ കത്തിക്കപ്പെടുന്ന കാടിന്റെ ആ തീയെ ശമിപ്പിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വേദോത്സവം നമ്മളോട് പഠിപ്പിക്കുകയാണ്, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ ആദരത്തിനൊരു കാവൽ
കാവൽ നിൽക്കണം, എൻ്റെ അധരദ്വാരത്തെ കാക്കണം. ഒരു ദൈവവൈദ്യത്തിൽ ഉണ്ടാവേണ്ട അത്യാവശ്യമുള്ള അനുഗ്രഹമാണ് നാവിന്റെ നിയന്ത്രണം. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യത്തിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വായ എന്ന് നമ്മൾ അറിയുക. ഒന്ന്, യഹോവയെ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. പിന്നെ താഴോട്ട് വായിക്കുന്നു, ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. എന്താ ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ? ഞാൻ കുറച്ചാലും കോളേജിൽ പഠിപ്പിച്ച ഒരു അച്ഛനാണ്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അതിന് ലവേഴ്സ് കോർണർ എന്നാണ് പറയുന്നത്. പിള്ളേരൊക്കെ കൂടുന്ന സ്ഥലമാണ് ലവേഴ്സ് കോർണർ. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഭിത്തിയിലെല്ലാം ഈ ഹാർട്ടിന്റെ പടം നട്ടു വെച്ചേക്കാം. എന്നിട്ട് അത് തുടച്ചു പോകുന്ന ഒരു കുപ്പിഡ്സ് ആരോ അതുണ്ട്, അതിങ്ങനെ വരച്ചു വെച്ചേക്കാം. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഒരു ചെറുക്കൻ്റെ ഒരു പെണ്ണിന് പ്രേമലേഖനം കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയം ഭവതിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയം ഭവതിക്ക് തന്നിരിക്കും. പ്രേമലേഖനം എഴുതിയവരൊക്കെ മറന്നുപോയി കാണും. പണ്ട് നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ എഴുതിയത് മറന്നുപോയെങ്കിൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ഭാര്യയോട് പറയണം, ഭവതിക്ക് എൻ്റെ ഹൃദയം തന്നിരിക്കുന്നു. അപ്പോ ആ ഹൃദയത്തിനകത്തൂടെ അവർ ആരോ തുളച്ചു ചെല്ലുന്ന ഒരു പടം കണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഹൃദയം ആർക്കാണ്ട് പണയപ്പെടുത്തിയെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സാക്ഷി പറയുന്നത് ഇങ്ങനെ പറയും, എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുന്നു. ചില ആളുകൾ 16-ാമത്തെ വയസ്സിൽ കർത്താവിന് കൊടുത്താൽ പിന്നെ ഹൃദയം ഇല്ലാത്ത ജീവിതമാണ് അവരുടെ. യാതൊരു ഹൃദയപൂർവ്വമേ അല്ല അവരുടെ ജീവിതം എന്ന് പലരെയും കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹൃദയം കർത്താവിന് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അതെന്താണെന്നറിയാമോ? എൻ്റെ ചിന്തകളുടെ സ്ഥാനമാണ്. എൻ്റെ ചിന്തകളുടെ സ്ഥാനം മൈൻഡല്ല, ഹൃദയമാണ്. വേദപുസ്തകത്തിലെ ഭാഷയിൽ ഹൃദയമാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. തമ്പിയുടെ ഹൃദയം അറിയാമോ? തമ്പിയുടെ ഹൃദയത്തെ കുറിച്ച് തമ്പിക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ കൊച്ചുനാടെന്ന് എനിക്കൊരു ഒരു ലീഫ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. കൊച്ചുനാൾ ഇപ്പോഴും അതുണ്ടെന്ന് എൻ്റെ വിചാരം. അതിനകത്ത് തമ്പിയുടെ ഹൃദയം ഇങ്ങനെ വരച്ചു വെച്ചു. തമ്പിയുടെ ഹൃദയത്തിനകത്ത് ആനമയിൽ, ഒട്ടകം, പഴുതാര, തേള ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. മലയാളിയുടെ അടയാളമായ ഞണ്ട് മാത്രം ഞാൻ കണ്ടില്ല. മലയാളിയുടെ അടയാളം ഞണ്ടെന്നാ പറയുന്നത്. കാരണം ഒരുത്തം മേപ്പോട്ട് പോകുമ്പോൾ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ആ സ്വഭാവം മലയാളിക്കുള്ളതുകൊണ്ട് മലയാളിയുടെ ദേശീയ ചിഹ്നം ഞണ്ടാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്തായാലും ഞണ്ടിനെ കണ്ടില്ല. ബാക്കിയൊക്കെ ഉണ്ട്. തേളുണ്ട്, പഴുതാരയുണ്ട്, പാമ്പുണ്ട്, മയിലുണ്ട്, ദുഷ്ടജീവികളെല്ലാം അതിനകത്ത് ഉണ്ട് തമ്പിയുടെ ഹൃദയത്തിൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ്, എന്റെ പാവം തമ്പിയുടെ കാര്യമല്ല, ഇത് വേറെയാണ്. അപ്പൊ തമ്പിയുടെ ഹൃദയത്തിൽ ഇതെല്ലാം ഉള്ളപ്പോ ഒരിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇവിടെ ഇറങ്ങി വന്നു. പ്രാവ് പോലെയുള്ള പരിശുദ്ധാത്മാവ് തമ്പിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആനയും മയിലും ഒട്ടകവും പഴുതാരയും തേളും എല്ലാം ഒന്ന് പോയി. നടുക്ക് പരിശുദ്ധാത്മാവ് മാത്രം, പ്രാവ് മാത്രം. മനസ്സിലായോ? അപ്പോൾ തമ്പിയുടെ ഹൃദയം ഒരു പുതിയ ഹൃദയം ആയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപമേ ഇറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാണി വന്നെന്നിൽ എന്നു മതി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാണി വന്നെന്നിൽ എന്നു മതി വസിക്ക. തങ്കച്ചിറകടി കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോതില സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോതില ശൂന്യവും വാഴുമായി തള്ളിയിടാമേ നിൻ മന്ദിരം തന്നിൽ ദേവ വന്നു പാത്ത് ശുദ്ധി ചെയ്ത് നിൻ വീടിന്റെ നിന്ന് അകറ്റണമേ. എത്ര മനോഹരമായ പാട്ട്. ഈ പാട്ടൊന്നും നമ്മളിപ്പോഴൊന്നും പാടാറില്ല. കാരണം ഹൃദയത്തിലേക്ക് പ്രാവ് വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഹൃദയത്തിലേക്ക് പ്രാവ് വരട്ടെ. ആ പ്രാവ് ഇറങ്ങി വരുമ്പോൾ ഹൃദയം നവീനമാക്കപ്പെടും. അവിടെ ചിന്തയുടെ കേന്ദ്രസ്ഥാനത്ത്
ദൈവം പ്രവർത്തിക്കും. ഹൃദയം ഒരു ഭവതിക്ക് കൊടുത്തവന്റെ രാത്രി ഉറക്കത്തിലും ഊണിലും എല്ലാം ഭവതി മാത്രമേ ഉള്ളൂ. തിരിച്ചും അങ്ങനെയുള്ളൂ. അത് സ്വപ്നം കാണുന്ന അവിടെ മാത്രമേ ഉള്ളൂ. അതൊക്കെ അല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ മണവാളനായി എന്റെ കർത്താവ് എഴുന്നള്ളി വന്നാൽ നമ്മൾ എന്ത് പറയും? എന്റെ ദൈവമാണ് എന്റെ ചിന്തയുടെ കേന്ദ്രസ്ഥാനത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, എന്റെ നാവിനെ അധരദ്വാരത്തെ കാക്കണം. കർത്താവെ, എന്റെ ചിന്തയെ നിയന്ത്രിക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണം. ഇപ്പൊ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാം കണ്ട് ഇപ്പൊ വിഷ്വൽസിന്റെ കാലമാണ്. ആവശ്യമില്ലാത്ത എല്ലാം കണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയാത്ത തരത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ വേറെ ഏതൊക്കെ ഇങ്ങനെ അറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ശരിയാണ്. രാത്രിയിൽ എന്ത് സ്വപ്നമാണ് കാണുന്നത്? രാത്രി കാണുന്ന സ്വപ്നം ഓരോ പ്രായക്കാർ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നു, ദൈവത്തെ സ്വപ്നം കാണും. ദൈവിക സ്വപ്നങ്ങൾ ഉണ്ടാകും. ദൈവികമായ ഡിവൈൻ ഡ്രീംസ് ഉണ്ടാകാൻ നമ്മുടെ ചിന്തയുടെ കേന്ദ്രസ്ഥാനത്ത് ദൈവത്തെ പ്രവേശിപ്പിക്കണം. എനിക്ക് ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ സമയമില്ലാതെ ഞാൻ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ കാര്യമല്ല, എന്റെ ഹൃദയത്തെ, എന്റെ ചിന്തയെ ദുഷ്കാര്യത്തിന് ഏൽപ്പിക്കരുത്. പിന്നെ വായിച്ചു താഴെ, ഞാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ഏൽപ്പിക്കരുത്. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുത്. അവരുടെ സ്വാദുഭോജനം. എനിക്ക് ബോർവിൽ വരുമ്പോ, വൈകുന്നേരം എവിടെയെങ്കിലും ഭക്ഷണം തരുമ്പോ, എനിക്ക് നിങ്ങളുടെ സ്വാദുഭോജനം വളരെ ഇഷ്ടമാണ്. ഞാനൊരു തിമ്മനായതുകൊണ്ടാണ്. അപ്പൊ എനിക്കത് വളരെ, തിമ്മൻ എന്ന് പറഞ്ഞാൽ തീറ്റിപ്പണ്ടാരം എന്നാണ് അത് മനസ്സിലായത്. അപ്പൊ എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ തീറ്റിപ്പണ്ടാരമായിട്ട് ഞാനിങ്ങനെ ഭക്ഷണം വാരി വരിച്ച് അങ്ങനെ കഴിക്കും. എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അല്ലേ. എന്നാൽ ഇവിടെ വായിക്കുന്നു, അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കരുത്. ആരുടെ? ദുഷ്ടന്റെ സ്വാദുഭോജനം ഞാൻ കഴിക്കരുത്. പാവപ്പെട്ട എന്നെ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തരുമ്പോ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊക്കെ ദുഷ്ടന്മാരല്ലെന്നാണ്. ദുഷ്ടന്മാരല്ലാത്തവരുടെ വീട്ടിലാണ്. അപ്പൊ എന്റെ സെക്രട്ടറിനെ ഈ പ്രാവശ്യം വിളിച്ച് ചോറ് കൊടുത്തവർക്കല്ല, അച്ഛനൊരു വിശേഷണം കൊടുത്തു, അല്ല ദുഷ്ടന്മാർ അല്ലാത്തവർ എന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് ഇനിയിപ്പോ അച്ഛൻ്റെ അവിടെ കഴിക്കാൻ പോകുന്നത് എന്നോട് പറഞ്ഞത്. അപ്പൊ അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദൈവം തമ്പുരാന് ദുഷ്ടതയുടെ ഒരു ആസ്വാദനവും എനിക്ക് വേണ്ട. I will not taste anything which is evil. I will not taste anything which is evil. ദുഷ്ടതയുള്ളതൊന്നും ഞാൻ ആസ്വദിക്കുകയില്ല. എന്റെ ആസ്വാദനത്തിന്റെ മാനദണ്ഡങ്ങൾ, the criteria of my enjoyment will be different. ഒരു ദൈവ പൈതലിന്റെ ക്രൈറ്റീരിയ ഓഫ് എൻജോയ്മെന്റ് is different. മനസ്സിലായോ? നമ്മളെല്ലാം ഇങ്ങനെ നമുക്ക് എൻജോയ്മെന്റ് ഇല്ലെന്നാണ് പറയുന്നത്. പള്ളിയിൽ ആരാധനയ്ക്ക് വന്ന ഒരു എൻജോയ്മെന്റും ഇല്ല. ഇവിടെ എന്നും വന്നാൽ ഒരു കുറിയലായുസമാണ്, എന്നും ഒരു കുറിയലായുസം. പിന്നെ അച്ഛനാണെങ്കിൽ പല ട്യൂണിൽ പാടാറുണ്ട് കുറിയലായുസം. അപ്പോൾ അച്ഛന് പാടാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനെ ഒരു ട്യൂണിലെ പാടത്തുള്ളൂ, എനിക്കത് അറിയത്തുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ കുറിയലായുസനായാലും അലുലിയ ആയാലും എല്ലാം ഒരു ട്യൂണിലെ നമുക്കുള്ളൂ. ഇവിടെ വരുന്ന മഹാപോറാണ്. എങ്ങനെ ഇരിക്കും 2-2.5 മണിക്കൂർ T20 മാച്ച് കാണാനായിട്ട്? അത് തുടങ്ങുന്ന സമയം മുതൽ അവസാന സമയം വരെ വായും പൊളിച്ചതിന്റെ മുമ്പിലിരിക്കുകയും ഈച്ച പോയാൽ അറിയാതിരിക്കുകയും ചെയ്യുന്ന മഹാന്മാരാണ് പറയുന്നത്. ഇവിടെ എങ്ങനെ 2.5 മണിക്കൂർ ഇരിക്കുമെന്ന് മനസ്സിലായോ? ഒരു സിനിമ മലയാളം ഒട്ടും അറിയാൻ വയ്യാത്ത മഹാന്മാരും മലയാള സിനിമ കാണും. അവർക്ക് കാണുന്നതിനൊരു പ്രയാസമില്ല. പിന്നെ ഈ സുരാജ് വെഞ്ഞാറും മൂടോ അല്ലെ നമ്മുടെ കൊടക്കഴുത്ത് ഇന്ദ്രൻസോ അവരൊക്കെ പറയുന്നതല്ല ഏത് വളിപ്പും കേട്ട് ചിരിക്കാൻ അവർക്കൊക്കെ അന്നേരം അറിയാം. പള്ളിയിൽ അച്ഛൻ പറയുന്ന കുടിയലായുസം മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. അതിന്റെ കാരണം എന്താ? അത് നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ കളിയാക്കൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതിന്റെ കാരണം എന്താ? ഇതിനകത്തൊരു എൻജോയ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്. എൻജോയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എന്താ വേണം? എൻജോയ്മെന്റ് വേണമെങ്കിൽ ഇപ്പോഴത്തെ എൻജോയ്മെന്റിന്റെ മാനദണ്ഡങ്ങളിൽ നിങ്ങൾ ആരാധന നടത്തണം. അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ DJ പാർട്ടിക്ക് ഡാൻസ് ചെയ്യുന്നതുപോലെ കുർബാനയ്ക്ക് ഡാൻസ് ചെയ്യണം. പറ്റുമോ? അച്ഛനെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ ഹരം കൊള്ളിക്കുന്ന കുർബാനി എന്നുള്ള പാട്ടുണ്ട്, അതുപോലെ പാട്ട്. കുർബാനയല്ല, കുർബാനി, അത് പാടും. അല്ല വേറെ ആ ട്യൂണിൽ പാടും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു വലിയ സിനിമയാണ് നിറം എന്ന് പറയുന്നത്. ആ നിറത്തിന്റെ കാലഘട്ടത്തിൽ ഒരു നല്ല പാട്ടിറങ്ങി. അതിനകത്ത് കുഞ്ചാക്കോ ബോബൻ പാടിയ പാട്ട്, പ്രായം തമ്മിൽ പ്രേമം തന്നു, മോഹൻ തന്നു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. പിറ്റേ ആഴ്ചത്തെ മാരാമൺ കൺവെൻഷൻ ഒരു പാട്ട്, എന്നെ നിൻ കയ്യിലെടുത്ത് മാറിലടയ്ക്കണേ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ അതിന് ചേരുന്ന തരത്തിൽ പുതിയ പാട്ടുണ്ടാക്കുക. ഞാൻ ഓർത്താലും എവിടെ ചെന്ന് അവസാനിക്കാനാ? എന്നെ നിന്റെ കയ്യിലെടുത്ത് മാറിലടയ്ക്കണേ, നിന്റെ ഓമനയാക്കണേ എന്നൊക്കെ പറഞ്ഞു. ഓമനയ്ക്ക് പ്രേമലേഖനം എഴുതിയ ഒരാൾ ഈ വാചകം കൂട്ടിയത്, എന്നെ നിന്റെ മാറിൽ അടച്ച് ഓമനയാക്കണമെന്ന്. ഒന്നോർത്ത് വായിക്കേ. ഇങ്ങനെയൊക്കെയാണ് പലരും ആസ്വദിക്കുന്നത്. ആസ്വാദനത്തിന്റെ മാനദണ്ഡം
എന്താണ് എന്റെ ആസ്വാദനം? എന്റെ ആസ്വാദനം ദൈവത്തിന്റെ വചനമാണ്. എന്നെ കീറി മുറിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. എനിക്ക് എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന, എന്റെ ഹൃദയത്തിന് മാനസാന്തരം തരുന്ന, എന്നെ പക്വമതിയാക്കുന്ന, എന്നെ ദൈവകൃപയിൽ വളർത്തുന്ന ദൈവവചനത്തിന്റെ ആസ്വാദനം എനിക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. അതിന് പകരം ലോകത്തിന്റെ ആസ്വാദന മാനദണ്ഡങ്ങൾ സ്വീകരിച്ച് നമ്മളിങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറക്കരുത് പ്രിയപ്പെട്ടവരെ. മൂന്നാമത് പറഞ്ഞു, എന്റെ ആസ്വാദനത്തിന്റെ മാനദണ്ഡങ്ങൾ ദൈവികമായി തീരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിനോട് ചേർന്നാണ്, നീതിമാനെ അടിക്കുന്നത് ദയ, അവനെന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. എന്റെ തല നീതിമാന്റെ ശാസനകളെ വിലക്കാതിരിക്കട്ടെ. ഇപ്പൊ നീതിമാൻ തന്നെ ശാസിച്ചാൽ അത് നമുക്ക് ചേർന്നതാണോ നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട്. വരുന്നതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പാട്ടിന് പോകാൻ പറയും, നമുക്ക് പറ്റുന്നതല്ലെന്ന് പറയും. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിമാനെ അടിക്കുന്നത് എനിക്ക് ദയ, അതെന്റെ തലയ്ക്ക് എണ്ണയാണ്. അപ്പൊ അവിടെ പറയുന്നു, ഐ വിൽ ലിസൺ ടു ദ കൗൺസിൽസ് ഓഫ് റൈച്ചസ് പീപ്പിൾ. ദൈവിക മനുഷ്യരുടെ കൗൺസിൽസിനെ ഞാൻ സ്വീകരിക്കും. അതെന്റെ ചെവിയെ കുറിച്ചാണ്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു, അല്ല എന്റെ നാവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്റെ ആസ്വാദനത്തെ കുറിച്ച്, എന്റെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ എന്റെ ചിന്തയെ കുറിച്ച് പറഞ്ഞു, എന്റെ ആസ്വാദനത്തെ കുറിച്ച് പറഞ്ഞു. ഇനി 8ാമത്തെ വാക്യത്തിൽ, കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. എന്റെ കണ്ണ് നിങ്കലേക്കാണ്. കണ്ണ് നിങ്കലേക്കാണ്. എന്റെ നോട്ടം നിങ്കലേക്കാണ്. എന്റെ നോട്ടത്തെ ഞാൻ ശുദ്ധീകരിക്കും. ഒരു കന്യകയെ മോഹത്തോടുകൂടെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് തിരുവചനം പറയുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ വേദോസ്തം പറയുകയാണ്, വ്യഭിചാരം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് an action, it's not a commission, it's not a committing act, it can be an attitude. അതൊരു മനോഭാവമായിട്ട് മാറാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ കണ്ണിനെയും കാതിനെയും ഒക്കെ ശുദ്ധീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഹൃദയത്തെ ശുദ്ധീകരിക്കാനായിട്ട് ആവശ്യപ്പെടുക, കണ്ണിനെ ശുദ്ധീകരിക്കാനായിട്ട് ആവശ്യപ്പെടുക. നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ 3 കുരങ്ങന്മാരെ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കുരങ്ങന്മാരെ, കാരണം എന്നെ പോലൊക്കെ ഏകദേശം ഇരിക്കും. അതുകൊണ്ട് അപ്പൊ അത് കാണുന്നത് ഒരുത്തന്റെ കണ്ണ് മൂടിയിരിക്കുന്നു, ഒരുത്തന്റെ ചെവി പൊത്തിയിരിക്കുന്നു, ഒരുത്തന്റെ വായ സീൽ വെച്ച് അടച്ചിരിക്കുന്നു. സീ നോ ഈവിൾ, ഹിയർ നോ ഈവിൾ, സ്പീക്ക് നോ ഈവിൾ. ഒരു ദൈവവേദന അങ്ങനെ ആയിരിക്കണം. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ ആൻഡ് സ്പീക്ക് നോ ഈവിൾ. അങ്ങനെയൊക്കെ സാധിക്കുമോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന സംഭവിക്കുന്ന ട്രാൻസ്ഫർമേഷൻ അതാണ്. അങ്ങനെ ആയിരിക്കണം എന്ന. ഇനി ഒരു കാര്യം കൂടി, വിശുദ്ധ മാമോദീസ ശുശ്രൂഷയ്ക്ക് ശേഷം പരിശുദ്ധ മൂറോൻ അഭിഷേകത്തിന് വേണ്ടി പൈതലിനെ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അവന്റെ നെറ്റിയിലും കാലിലും ഒക്കെ ഇങ്ങനെ മൂറോൻ അഭിഷേകം ചെയ്യും. ഞാനും അച്ഛനും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചോദിച്ചാൽ, ഈ മൂറോൻ അങ്ങോട്ട് എടുത്തിട്ട് ഈ കുഞ്ഞിന്റെ കണ്ണിലും ചെവിയിലും അവന്റെ അധരത്തിലും അവന്റെ കഴുത്തിലും അവന്റെ നെഞ്ചിലും അവന്റെ കൈകളിലും അവന്റെ കാൽമുട്ടിലും അവന്റെ കാൽപാദത്തിലും എല്ലാം ഒന്ന് അഭിഷേകം ചെയ്യും. എല്ലാം അഭിഷേകം ചെയ്യുക. എന്താ കാരണം എന്നറിയാമോ? ഈ പൈതലിന്റെ അവയവങ്ങൾ ദൈവത്തിനു വേണ്ടി സമർപ്പിതമായ അവയവമായി തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ അർത്ഥപൂർണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവയവങ്ങളെ ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കുന്ന, ഇനി ഒരു വാക്യം എൻ്റെ കൂടെ പറയാം, അറിയാവുന്ന ആളുകൾ പറയണം. ഇപ്പൊ ഞാനിങ്ങനെ നോക്കും ആർക്കൊക്കെ അറിയാവുന്നതാണ്. അത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്റെ വിചാരം. മിടുക്കരൊക്കെ പെട്ടെന്ന് വേദോസം തുറന്നപ്പെട്ടെന്ന് എനിക്കറിയാം. എന്നാലും തുറക്കാതെ പറയണം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളാക്കി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഇവിടിരിക്കുന്ന ദൈവമക്കളെ, ഈ കൺവെൻഷൻ യോഗം കേട്ടവരെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പറയാം, എന്റെ ദൈവം തമ്പുരാനെ, നിന്റെ ഈ നിർദ്ദേശം പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. If you are to be a reasonable worship to God, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ബുദ്ധിയുള്ള ആരാധനയാകണമെങ്കിൽ, ഒരു ജെനുവിൻ വർഷിപ്പ് ആകണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളാക്കി സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, ഹല്ലേലൂയ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും, ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ക്രിസ്ത്യാനിയുടെ പള്ളിയിലൊക്കെ
സാധാരണ പള്ളിയുടെ അടയാളമായിട്ട് പണ്ടും ഇന്നും ഒക്കെ വരച്ചു വെക്കുന്നത് മീനിനെയാണ്. മീൻ, നല്ല അയല മീനെയൊക്കെ വരച്ചു. അയലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മീനിന്റെ പേരെന്ന് പറഞ്ഞതല്ല. അയലമീനെ ഇങ്ങനെ വരച്ചു വെക്കും. അങ്ങനെ പള്ളിയുടെ പ്രധാന കവാടത്തിൽ എന്തിനാ ഈ മീനെ വരച്ചു വെക്കുന്നത്? അത് പണ്ട് ക്രൈസ്തവ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞ് പി ജി കുരുള്ള ചേന്നങ്കരിയുടെ പഴയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് പണ്ട് ക്രിസ്ത്യാനികൾ പരസ്യ ആരാധനയ്ക്ക് അവർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് രഹസ്യമായി കാറ്റകോമ്പുകളിലും ശവകുടീരങ്ങളിലും ഒക്കെ പ്രാർത്ഥന നടത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ക്രിസ്ത്യാനിക്ക് തമ്മിൽ അറിയാൻ വേണ്ടി വരച്ചു വെക്കുന്ന ഒരു കോഡാണ് ഈ മത്സ്യം. അവർക്കെല്ലാം ഇഷ്ടമായതുമില്ല. കുമ്പനാട്ടാണ് മത്സ്യത്തിന് ഏറ്റവും വലിയ വില എന്നാ പറയുന്നത്. അതിന് കാരണം അവിടെ ക്രിസ്ത്യാനി അവര് എന്ത് വില കൊടുത്തും വാങ്ങിക്കും. ഇങ്ങോട്ട് വെച്ചേരെന്ന് പറഞ്ഞ് കാറിന്റെ ഡിഗ്രി ഒട്ട് കൊടുക്കും, അതേ ഏത് വില കൊടുത്തും അത് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്നാ പറയുന്നത്. ക്രിസ്ത്യാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ടല്ല മീൻ അടയാളമാകുന്നത്. പിന്നെ മീൻ അടയാളമാകുന്നത് എന്തുകൊണ്ട്? ഗ്രീക്ക് ഭാഷയിൽ മീൻ, ഫിഷ് എന്നുള്ളതിന് ഇക്തൂസ് എന്ന പദമാണ്. ഇക്തൂസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് ഭാഷയിൽ യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ്. UNO എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. PTO എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട തോമാച്ചന്റെ ഓലപ്പുര എന്ന് പറയുന്നത് പോലെ. PTO എന്ന് പറഞ്ഞാൽ പ്ലീസ് ടേൺ ഓവർ എന്നില്ലയോ? എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ അതിന് പാരഡിയാണ്. ഞാൻ രാവിലെ മന്നായിക്ക് അത് പാരഡി പറഞ്ഞായിരുന്നു. അപ്പൊ പ്ലീസ് ടേൺ ഓവർ എന്നുള്ളതിന് പകരം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ് PTO പാവപ്പെട്ട തോമാച്ചന്റെ ഓലപ്പുര എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഈ ഫുൾ ഫോം പറയുന്ന പതിവ് നമുക്കുണ്ട്. അങ്ങനെ ഫുൾ ഫോം പറയുന്ന ക്രിസ്ത്യാനിക്ക് അറിയാവുന്ന കോഡാണ് എന്ത്? മീൻ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കാണുന്ന ചോദിക്കുവാനത്രേ, സഖാവേ ചോദിക്കത്തില്ല, തീപ്പെട്ടി ഉണ്ടോ ഒരു ബീഡി എടുക്കാൻ? തീപ്പെട്ടി ഉണ്ടോ ഒരു ബീഡി എടുക്കാൻ? തീപ്പെട്ടി ഉണ്ടോ, ബീഡി ഉണ്ടോ, ഒരു തീപ്പെട്ടി തരാമോ എന്നൊക്കെ ചോദിച്ച അർത്ഥം. പക്ഷെ അവർക്ക് മാത്രം അറിയാവുന്ന അങ്ങനെ ഒരുത്തൻ മണ്ടത്തരം ചോദിച്ചു പോയതിന്റെ അർത്ഥം എന്താ? ഇവൻ സഖാവാണെന്ന്. അങ്ങനെ തമ്മിൽ അവരുടെ കോഡായിരുന്നു അതെന്ന് പറയും. ക്രിസ്ത്യാനിയുടെ പഴയ കോഡാണ് മത്സ്യം. മത്സ്യത്തിന്റെ അടയാളം യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് ഇക്തൂസ് എന്ന ആ പദത്തിന്റെ ഓരോ അക്ഷരം എടുത്ത് ഓരോ വാക്കാക്കി പറഞ്ഞാൽ യേശു ക്രിസ്തു ലോകത്ത് ഈസോ ക്രിസ്റ്റോ തെയോ സെറ്റോ എന്ന് പറയുന്ന ആ ഒരു വാചകം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മത്സ്യത്തെ വരച്ചു വെച്ചത്. എനിക്ക് തോന്നുന്നത് വളരെ ശരിയാണ്. ജീവനുള്ള മത്സ്യമാണെങ്കിൽ വെള്ളത്തിൽ ഇട്ടാൽ എന്തോ ചെയ്യും? ജീവനുള്ള മത്സ്യത്തെ വെള്ളത്തിലിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ തലമുറയിലെ മത്സ്യത്തെയാണ് ഇവിടെ കാണുന്നത് മിക്കവാറും. കാരണം അവിടുന്ന് ഈ ഐസിനകത്തൊക്കെ ഇട്ടിങ്ങനെ വെള്ളത്തിനകത്തിൽ ഐസിനകത്തിട്ടുണ്ട് ഇവിടെ വരുന്നത്. അത് കാരണം കഴിഞ്ഞ തലമുറയിലേതാണ് നമ്മൾ കോഴിയെ തിന്നുന്നതും അങ്ങനെ. കഴിഞ്ഞ തലമുറയിലെ കോഴിയാണ് ഇത്ര കാലമായി ഫ്രീസറിനകത്ത് വെച്ചിട്ട്. പിന്നെ വേവിച്ച് വെക്കുന്നവരുണ്ട്, ഒന്നും പറയണ്ട. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്ത് ഇതൊക്കെ സൗകര്യം വെച്ചാൽ നിങ്ങൾ പണ്ട് കോന്നിയിൽ 3 നേരം വെച്ച പോലെ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഒന്നിച്ചങ്ങ് വെക്കും. പിന്നെ കുറേശ്ശെ വെട്ടിയെടുത്ത് ചൂടാക്കി കഴിക്കും. അങ്ങനെയാണല്ലോ. ആ ഒരു ഭാഗ്യമേ നമുക്കുള്ളല്ലോ അല്ലേ? ഞാനത് പരിഹസിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ശൈലി അങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജീവനുള്ള മത്സ്യം വെള്ളത്തിൽ വീണാല് അത് ഒഴുക്കിനെതിരെ, ചത്തത് വീണാൽ എന്തോ ചെയ്യും? അത് ഒഴുകും. ക്രിസ്ത്യാനി ശരിയാ. ഇപ്പൊ ചത്തതിനനുസരിച്ചാ വെള്ളത്തിൽ വീഴുന്നു. ഒഴുക്കിനനുസരിച്ച് നാടോടുമ്പോ നടുവെ ഓടണമെന്നും ചേരത്തിരുന്ന് നാട്ടിൽ ചെന്ന ചേരയുടെ നടുത്തുണ്ടം തന്നെ തിന്നണമെന്ന് നിർബന്ധമുള്ള കൂട്ടരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെന്തോ എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ചെയ്യുക. ഓരോരുത്തർ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒരിടത്ത് കല്യാണം നടക്കുകയാണ്. ചെറുക്കനെ പെണ്ണുങ്ങളെ വിളിച്ചു നിർത്തി. അവരെ തമ്മിൽ ചെറുത് കല്യാണത്തിന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറുക്കനെ കൊണ്ട് കെട്ടാനായിട്ട് അവന്റെ കയ്യിലോട്ട് മിന്നിന്റെ ചരട് അങ്ങോട്ട് കൊടുക്കുകയും ഇവനിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആങ്കത്ത് കെട്ടാനായിട്ട്, ആങ്കത്ത് കെട്ടണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആങ്കത്ത് കെട്ടാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് കൈ വരച്ച് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ കെട്ടിന്റെ സമയത്ത് പള്ളിയുടെ അപ്പുറത്തെ ജനാലയ്ക്കുന്ന ഒരു കതിന അങ്ങ് പൊട്ടി. കാരണം രോഗം പ്രകമ്പനം കൊള്ളേണ്ട സമയമാണ് ഇവൻ ഇവിടെ കെട്ടുന്ന സമയം. അതുകൊണ്ടൊരു കതിന അങ്ങ് പൊട്ടി. പാവപ്പെട്ട അച്ഛനും ഞെട്ടി, ചെറുക്കനും ഞെട്ടി, പെണ്ണും ഞെട്ടി. അപ്പൊ എന്താ പറ്റി? ഞെട്ടിയ ചെറുക്കന്റെ കയ്യിൽ നിന്ന് ആ മിന്നങ്ങ് പോയി. എന്തൊരു കോപ്രായ! ഇത് കല്യാണമാണോ? ഇതാ കല്യാണം എന്നാണ് ഓരോരുത്തരുടെ ഗർഭം. അങ്ങനെയില്ല പിന്നെ കല്യാണം ഇല്ല എന്നാണ് ഓരോരുത്തരുടെ ഗർഭം. അവിടെ ഇപ്പൊ പഞ്ചവാദ്യം, ആന ഇടുക, പിന്നെ ചുമന്ന പരവതാനിയിലൂടെ നടത്തുക, എന്തെല്ലാം വേദകളാണ്. പ്രാർത്ഥിക്കാൻ പള്ളി വരാൻ ആളില്ല. ഇതെല്ലാം കാണാനും നോക്കിയിരിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. ആകെപ്പാടെ നമ്മൾ വല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയണം ഇതാണ് ശരിയെന്ന് വിചാരിച്ച് എല്ലാം ചെയ്യുക. അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം,
സത്യമായിട്ടുള്ളതും ഘനമായിട്ടുള്ളതും നീതിയായിട്ടുള്ളതും സൽകീർത്തിയായിട്ടുള്ളതും രമ്യമായതും പുകഴ്ചയായതും നമ്മുടെ ജീവിതത്തിന്റെ പ്രമോദമായി തീരാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്ക്, ഇവിടെ വായിക്കുകയാണ്, അവയവങ്ങളെ മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരനുഭവം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ചിലരൊക്കെ എന്നോട് പറഞ്ഞു, ഇതില്ല, ആരും അങ്ങനെ ആരും കാണിച്ചില്ല. പക്ഷേ ചിലരൊക്കെ ഇങ്ങനെ വായ പൊളിച്ച് കാണിക്കുമ്പോൾ അതിന്റെ അർത്ഥം പണ്ടിങ്ങനെ ഒരാളുടെ മുമ്പ് വായ പൊളിച്ചു. ശ്രീകൃഷ്ണൻ യശോദയുടെ മുമ്പിലാണ് വായ പൊളിച്ചത്. അങ്ങനെ പൊളിച്ചപ്പോൾ യശോദ 14 ലോകം കണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് അങ്ങനെ ലോകം കാണിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ കാണുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തണം വേണ്ടേ? തലയാട്ടിക്ക് ഞാൻ നിർത്തണം വേണ്ടേ? ഞാൻ നിർത്താൻ പോവാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇങ്ങനെ അവയവങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠിതമാകുന്ന ഒരു ദൈവ പൈതലിന്റെ അനുഭവം എന്താണ്? ഈ സങ്കീർത്തനത്തില് എന്നെ വളരെയധികം ശക്തീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതിക്കൽ ചിതറിക്കിടക്കുന്നു, ഞാൻ നിന്നെ ശരണമാക്കുന്നു, എന്റെ പ്രാണനെ തൂകിക്കളയരുത്, എന്റെ പ്രാണനെ തൂകിക്കളയരുത്, എന്റെ പ്രാണനെ തൂകിക്കളയരുത്. എന്താ ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ? പ്രാണൻ ജീവനാണോ? എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് എന്റെ പ്രാണൻ പോയെന്ന്, എന്റെ പ്രാണനങ്ങ് പോയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമില്ല. അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം എന്റെ ഇന്നർ വൈറ്റാലിറ്റി, എന്റെ സജീവത, എന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിന്റെ അർത്ഥം. അതാ പ്രാണൻ എന്ന് പറയുന്നത് കേട്ടോ. അല്ല ജീവൻ എന്നല്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ചില ആളുകൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലാണ്. ഒരു ജീവിച്ചിരിക്കുന്നത് ഒരു അടയാളമില്ല, അവരുടെ പ്രാണൻ തൂകിപ്പോയിരിക്കുന്നു. ജീവിതത്തിന്റെ വൈതരണികളിൽ, പ്രതിസന്ധികളിൽ, പ്രാണൻ തൂകിപ്പോകാവുന്ന അവസ്ഥകളിൽ, അസ്ഥികൾ പാതാളത്തിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥകളിൽ എന്റെ പ്രാണൻ തൂകിപ്പോകാതിരിക്കുവാൻ എന്റെ പ്രാണനെ പാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ പങ്കുകാരന്റെ ദൈവമാണ്. He is my partner. An ever-abiding partner with me. ഒരിക്കലും എന്നെ വിട്ടുപോകാത്ത ഒരു സഖിയായി, മരണനിഴലിന്റെ താഴ്വരയിലും എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു സഖിയായി, ഊരിലും താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു അനർത്ഥവും ഭയപ്പെടാതിരിക്കത്തക്കവണ്ണം എന്നെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ഒരു സഖിയായി. ഹല്ലേലൂയ. എന്റെ പ്രാണൻ തൂകിപ്പോകാതിരിക്കത്തക്കവണ്ണം എന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടി വരുത്തുന്ന ഒരു ദൈവം. ഒരു ദൈവമായതിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. പ്രാണനും മജ്ജയും മനസ്സും കൊടുന്ന ഒരു പുഷ്ടി വരുത്തും. ഞാനും പറയാറുണ്ട്, എന്റെ പള്ളിയിൽ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ രോഗികളായി കിടക്കുന്ന ആളുകളുടെ അടുത്തും മരണാസന്നരായി കിടക്കുന്ന ആളുകളുടെ അടുത്തും പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ അവരോട് പറയും, ക്രിസ്ത്യാനിക്ക് തളർച്ചയില്ല, വളർച്ച മാത്രമേ ഉള്ളൂ. തളർച്ചയില്ല, വളർച്ച മാത്രമേ ഉള്ളൂ. കർത്താവിനോട് ചേരുവാനുള്ള വളർച്ചയിലാണ്. ശാരീരികമായി 10-20 ഒക്കെ ആകുന്ന ശരീരം ക്ഷീണിക്കുമായിരിക്കും, എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകും, ഒരുപക്ഷെ കട്ടിലെ കടന്നു പോകുമായിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുകയാണ്. നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ച് ശക്തിപ്പെടുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗ്യമാണ്. എൻ്റെ ഫാദറിലോ 13 വർഷമാണ് ഒരു കിടക്കയിൽ കിടന്നത്. 1991 ഞങ്ങൾ ഇംഗ്ലണ്ടിൽ, ഞാൻ പട്ടക്കാരനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിടപ്പിലായതാണ്. ഞങ്ങൾക്ക് തന്നുവിടാൻ വേണ്ടി ചക്ക വറുത്ത് കൊടുക്കാൻ ആരോ ഇംഗ്ലണ്ടിൽ വരുന്ന ആളുകളുടെ കയ്യിൽ അത് വറുത്ത് കൊടുക്കാനായിട്ട് അദ്ദേഹം ചക്ക ഇറക്കിടാനായിട്ട് തോട്ട് കെട്ടി മുകളിലോട്ട് നോക്കി നിന്ന് ചക്കയുടെ തുടുപ്പില് ഇരുമ്പ് കയറ്റാൻ ശ്രമിച്ച് കുറച്ചു നേരം മേലോട്ട് നോക്കി നിൽക്കേണ്ടി വന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പോലെ വന്നിട്ട് അദ്ദേഹം കിടപ്പായി പോയി, തറയിൽ വീണ്ടുപോയി. കുറേയേറെ കാലം അൺകോൺഷ്യസ് ആയി കിടന്നു. പിന്നെ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലെ ചികിത്സയുടെ ഫലമായി 1-2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബോധമൊക്കെ തിരിച്ചു വന്നു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. 13 വർഷക്കാലമാണ് ആ കിടക്കയിൽ കിടന്നത്. കൊച്ചുനാളെന്ന് വളരെ ചെറുപ്പത്തിൽ തറയിൽ കടപ്പുറത്ത് ഒരു ഉപദേശിയായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ചു പോയ ഒരാളാണ്. വീടിന്റെ അന്നത്തെ പ്രത്യേകത കാരണം ആ സുവിശേഷ വേല കുറെ കാലം കഴിഞ്ഞ് വിട്ട് എബ്രഹാം മാർത്തോമ തിരുമേനിയുടെ കൂടെ കൊച്ചുനാളെന്ന് പഠിച്ചു വന്ന ഒരാളാണ്. ടി.സി. ജോർജിന്റെയും എബ്രഹാം മാർത്തോമ തിരുമേനിയുടെ ഒക്കെ വളരെ അടുത്ത ഒരു സ്നേഹിതനായി അന്ന് കാണപ്പെട്ട ഒരാളാണ്.
പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അദ്ദേഹത്തിന്റെ അവസാന കാലം 13 വർഷം കിടക്കയിലായിരുന്നു. എന്നാൽ ഈ കിടക്കയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ചില ആളുകൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കിടക്കുന്ന കിടപ്പിൽ അങ്ങ് മുങ്ങിയാൽ ഈ അസുഖമൊക്കെ മാറും. ചില ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങ് മുങ്ങിയാൽ മതി, ഇത് മാറിക്കോളുമെന്ന്. ചില ആളുകൾ അങ്ങനെയാണ്, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ മുങ്ങിയാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്റെ ദൈവം എനിക്ക് മതിയായവനാണ് എന്നപ്പോൾ പറയും. അങ്ങനെയാണ് കർത്താവിന്റെ കയ്യിൽ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തത്. 13 വർഷത്തിന് ശേഷം മരിക്കുമ്പോഴും പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ വർഷവും ഞങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 26-ാം തീയതി വീട്ടിൽ ഒരു വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും അച്ചാച്ചന് നൽകുകയും ചെയ്യുമായിരുന്നു. ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആളുകൾ എന്ത് പറഞ്ഞ് അങ്ങോട്ട് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എല്ലാം വിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. ക്രിസ്ത്യാനിയുടെ ജീവിതം ക്ഷയിക്കുകയില്ല, വളരുക മാത്രമേ ഉള്ളൂ. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ജീവിതത്തിന്റെ പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓർക്കണം, എന്താ പറഞ്ഞേ? രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിന്റെ രഹസ്യങ്ങളിൽ ദൈവത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിയന്ത്രണമില്ലാത്ത മേഖലകളിൽ നിന്റെ പ്രാണൻ തൂങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തമ്പുരാൻ കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വലിയ ദൈവത്തിന്റെ വലിയ കൃപയുടെ വക്താക്കളായി തീരാൻ ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രാണൻ തൂങ്ങിപ്പോകരുതേ, എന്റെ പ്രാണൻ തൂങ്ങിപ്പോകരുതേ. എന്റെ പ്രാണൻ നാൾക്കുനാൾ ശക്തിപ്പെട്ട് എന്റെ കർത്താവെ ഒടുവിൽ നിന്നോട് ചേരുമ്പോൾ ഈ പരിമിതികളുള്ള, ലിമിറ്റേഷൻസ് ഉള്ള എൻ്റെ ഈ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്നോട് ചേരുമ്പോൾ എൻ്റെ പരിമിതികളൊക്കെ അവസാനിക്കുകയും ഞാൻ നിന്റെ സന്നിധിയിൽ കാണപ്പെടുകയും ചെയ്യും. ഈ ലോകത്തിൽ എനിക്ക് മനുഷ്യസഹജമായി എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഞാൻ ദൈവ പൈതലായി ജീവിക്കും. എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ ചിന്തയും എൻ്റെ അന്തരംഗവും എൻ്റെ കണ്ണും എല്ലാം തന്നെ ദൈവത്തിന് പ്രസാദകരമായ തരത്തിൽ അർപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവം ആണ് എൻ്റെ ജീവിതം. അപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാനുഭവമായി നമ്മുടെ ജീവിതം തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്രകാരം എൻ്റെ ഈ കൺവെൻഷൻ യോഗങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛൻ വിളിച്ചു. ഞാൻ സാധാരണ എൻ്റെ പള്ളി ഇട്ടിട്ട് പോകുന്നതല്ല, ഞായറാഴ്ച പ്രത്യേകിച്ചും അച്ഛനൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, അത് വളരെ അനുഗ്രഹമായി എന്നാണ് എൻ്റെ വിചാരം. കർത്താവ് നമ്മളോട് സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഒടുവിലായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിവിടെ സെക്രട്ടറി അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് അച്ഛൻ്റെ ഇന്നത്തെ അവസാനത്തെ പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനൊന്ന് ഞെട്ടി അവിടെ ഇരുന്നത്. അവസാനത്തെ ഇന്നത്തെ ഉടനെ ഞാൻ കൂട്ടിച്ചേർത്ത് അച്ഛനോട്, അടുത്തിരുന്ന അച്ഛനോട്, ഇന്നത്തെ അവസാനത്തിന് ദൈവത്തിന്റെ സ്തോത്രം. ഇനി ഇന്നത്തെ അവസാനം ആണെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായോ? അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും ക്രോണോസിന്റെ അടുത്ത് ഇങ്ങോട്ട് പോരുമ്പോൾ പ്രാർത്ഥിച്ചു പോരുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല, നിന്റെ കയ്യിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ വിളിച്ചു നിർത്തി എനിക്ക് പ്രാർത്ഥിച്ചു വിടാറുണ്ട്. അടുത്ത ആഴ്ച ഇനി ഇങ്ങോട്ട് വരാമോ എന്നറിയില്ല. കർത്താവെ, നീ അനുവദിച്ചാൽ ഇനി ഇവിടെ വരാൻ എന്നെ നീ സഹായിക്കണം. ജീവിതത്തിലെ നന്മ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ദൈവ പൈതലായി ദൈവകൃപയിൽ വളരാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഈ ധ്യാനത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോടുള്ള പ്രത്യേക നന്ദി, പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം.